ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സിനിമയായിട്ട് വലിയ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ അല്ലു അർജുന്റെ സുകുമാർ സംവിധാനം ചെയ്ത സിനിമയാണല്ലോ പുഷ്പ 2 ദി റോൾ. സിനിമയ്ക്ക് പ്രേക്ഷക അഭിപ്രായങ്ങളിൽ നമ്മുടെ കേരളത്തിലെ സിനിമാ പ്രേമികളിൽ നിന്ന് മലയാളി ഓഡിയൻസിൽ നിന്ന് നെഗറ്റീവ് അഭിപ്രായമാണല്ലോ കൂടുതലായിട്ട് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത്. എന്നാൽ ഇപ്പോഴത്തെ ആദ്യ ദിവസത്തെ കളക്ഷന്റെ കാര്യത്തിൽ അതൊന്നും തന്നെ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല എന്നാണ് ഇന്ന് അല്പസമയം മുന്നേ പുറത്തു വന്ന സിനിമയുടെ കേരള ആദ്യ ദിവസത്തെ എസ്റ്റിമേറ്റ് കളക്ഷൻ റിപ്പോർട്ട് നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. സിനിമയുടെ കേരള പ്രീസെയിലേക്കും നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ പ്രീസെയിൽ കളക്ഷൻ ഇതുവരെ നേടിയെടുത്ത സിനിമകളിലേക്കും വരികയാണെങ്കിൽ അല്ലു അർജുന്റെ പുഷ്പ 2 എന്ന സിനിമ 3,93,00,000 പ്രീസെയിൽ കളക്ഷനാണ് നേടിയെടുത്തത്. ഈ വർഷം ഇതുവരെ കേരളത്തിൽ റിലീസ് ചെയ്ത എല്ലാ ഭാഷകളിൽ നിന്നുള്ള സിനിമകളിൽ ഏറ്റവും ഉയർന്ന പ്രീസെയിലാണ് അല്ലു അർജുന്റെ പുഷ്പ 2 നേടിയെടുത്തിരിക്കുന്നത്. പുഷ്പ 2 എന്ന സിനിമയുടെ വരവോടുകൂടി കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ പ്രീസെയിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകളുടെ പട്ടിക അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ ഒന്നാം സ്ഥാനത്ത് ലിയോ എന്ന സിനിമയുടെ FT പ്രീസെയിൽ കളക്ഷൻ തന്നെയാണ്. 8,81,00,000 കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ലൊക്കേഷന്റെ വിജയ ചിത്രം കേരളത്തിൽ ആദ്യ ദിവസം പ്രീസെയിൽ കളക്ഷനായിട്ട് നേടിയെടുത്തത്. ഇനിയും ഒരു വർഷത്തിന് ശേഷവും ഒരു മലയാളം സിനിമയ്ക്കും ഒരു ഭാഷയിൽ നിന്നുള്ള സിനിമയ്ക്കും ലിയോയുടെ FT കേരള പ്രീസെയിൽ കളക്ഷനും FT കളക്ഷനും മറികടക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. രണ്ടാം സ്ഥാനത്ത് KGF ചാപ്റ്റർ 2 എന്ന സിനിമയാണ്. പുഷ്പ 2 തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടും പുഷ്പയ്ക്കും KGFന്റെ പ്രീസെയിൽ മറികടക്കാൻ കഴിഞ്ഞില്ല. 4,31,00,000 സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള പ്രീസെയിൽ കളക്ഷൻ. മൂന്നാം സ്ഥാനത്ത് പുഷ്പ 2 എന്ന സിനിമയാണെങ്കിൽ നാലാം സ്ഥാനത്ത് ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലേട്ടന്റെ മലൈക്കോട്ടെ വാലിബനാണ്. 3,87,00,000 രൂപയായിരുന്നു സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള പ്രീസെയിൽ കളക്ഷൻ. ഈ ലിസ്റ്റിലെ അഞ്ചാമത്തെ സിനിമ വീണ്ടും ഒരു വിജയ് സിനിമയാണ്. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയാണത്. 3,78,00,000 സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള പ്രീസെയിൽ കളക്ഷൻ. അപ്പോൾ അല്ലു അർജുൻ സിനിമയുടെ വരവോടെ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ പ്രീസെയിൽ കളക്ഷൻ നേടിയെടുത്ത ആദ്യ 5 സിനിമകളുടെ പട്ടിക അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. അല്പസമയം മുന്നേ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള എസ്റ്റിമേറ്റ് കളക്ഷനെ കുറിച്ചുള്ള ഏർലി എസ്റ്റിമേറ്റ് കണക്കുകൾ പുറത്തു വരുമ്പോൾ പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ 8 കോടിയിലധികം സിനിമയ്ക്ക് കേരളത്തിൽ കളക്ഷൻ വരുമായിരുന്നു എന്നാണ് നമ്മുടെ ട്രാക്കേഴ്സിന്റെ നിഗമനം. നിലവിൽ പ്രതീക്ഷിക്കുന്നത് 7 കോടിയിലേറെ കേരള ഗ്രോസ് കളക്ഷനാണ്. അതുപോലും ഈ തെലുഗു പാനന്ദൻ സിനിമയ്ക്ക് മികച്ച കളക്ഷനാണ് കേരളത്തിൽ. 7 കോടിയിലേക്ക് അല്ലു അർജുന്റെ പുഷ്പ 2 എത്തപ്പെടുകയാണെങ്കിൽ ടർബോ എന്ന മമ്മൂട്ടി സിനിമയുടെ റെക്കോർഡ് കൂടി ഇവിടെ മായുകയാണ്. ഈ വർഷത്തിലെ ഏറ്റവും ഉയർന്ന FT കളക്ഷൻ നേടിയെടുത്ത നിലവിലെ സിനിമ മമ്മൂട്ടിയുടെ ടർബോ ആയിരുന്നു. 6,15,00,000 സിനിമയുടെ FT കേരള ഗ്രോസ്. ആ കളക്ഷൻ പുഷ്പ 2 മറികടക്കുമെന്നാണ് നിലവിൽ ട്രാക്കേഴ്സ് നിഗമനം. എന്തായാലും കാത്തിരിക്കൂ സിനിമയുടെ രാത്രിയിൽ വരാനിരിക്കുന്ന എസ്റ്റിമേറ്റ് ബോക്സ് ഓഫീസ് കളക്ഷൻ കണക്കുകൾ കേട്ട്.